കടത്തനാടിൻ്റെ വോളിബോൾ പെരുമ. ഈയൊരു സെഷനിൽ നമ്മോടൊപ്പമുള്ളത് പ്രശസ്തനായ ചരിത്രകാരൻ ശ്രീ പി ഹരീന്ദ്രനാഥ്, ഒപ്പം വടകരയുടെ പ്രിയങ്കരനായ സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം ഈയൊരു വേദി മറ്റൊരു ആദരവ് കൂടി നൽകുകയാണ്. ശ്രീ വി സേതുമാധവൻ, ശ്രീ മടപ്പള്ളി ബാലകൃഷ്ണൻ വേദിയിലേക്ക്, അഡ്വക്കേറ്റ് ഐ മൂസ, ഒപ്പം ശ്രീ കൽപ്പറ്റ നാരായണൻ എന്നിവരെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സെഷന് ആദ്യം തന്നെ ശ്രീ വി സേതുമാധവന് ആദരവ് നൽകുകയാണ് ശ്രീ കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ. ഇരുവരെയും ആദരവ് നൽകുന്നതിനും സ്വീകരിക്കുന്നതിനു വേണ്ടി ക്ഷണിക്കുകയാണ്. നന്ദി സർ. ഇനി മടപ്പള്ളി ശ്രീ ബാലകൃഷ്ണന് ആദരവ് നൽകുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് ഐ മൂസയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നന്ദി സർ. നമ്മുടെ സെഷൻ ആരംഭിക്കുകയാണ്. പങ്കെടുക്കുന്നത് ശ്രീ പി ഹരീന്ദ്രനാഥ്. അദ്ദേഹത്തെ ചടങ്ങിൽ സ്വാഗത ഭാഷണം നടത്തുന്നതിന് വേണ്ടി ശ്രീ വി കെ പ്രേമനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒപ്പം ഈ സെഷൻ്റെ സമയം കൂടി പറയുകയാണ്. 2:20 ടു 2:50. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ സമാപന ദിവസമായ ഇന്ന് കടത്തനാടൻ വോളിയുടെ പെരുമ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ശ്രീ പി ഹരീന്ദ്രനാഥ്. നമുക്കറിയാം, ഹരീന്ദ്രനാഥ് മാഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കടത്തനാടിൻ്റെ വോളിബോൾ ചരിത്രം എന്ന പഠനഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. അതോടൊപ്പം തന്നെ ഇന്ത്യ ഇരുളും വെളിച്ചവും, മഹാത്മാഗാന്ധി കാലവും കർമ്മമതവും എന്ന രണ്ട് ചരിത്ര പുസ്തകങ്ങൾ പുറത്തിറക്കിക്കൊണ്ട് നമുക്ക് വടകരക്കാർക്ക് പ്രിയപ്പെട്ട ശ്രീ ഹരീന്ദ്രനാഥ് സാറാണ് ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ ആദരിക്കപ്പെട്ടിരിക്കുന്നത് ശ്രീ വി സേതുമാധവൻ. നമുക്കറിയാം, 1986 ഏഷ്യൻ ഗെയിംസിൽ ബ്രോൺസ് മെഡൽ നേടിയ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനായിരുന്നു ശ്രീ സേതുവേട്ടൻ. സ്പോർട്സ് കൗൺസിലിൻ്റെ കോച്ചായിട്ടാണ് അവരുടെ സർവീസ് ജീവിതത്തിൽ നിന്ന് വിരമിച്ചത്. അതുപോലെ തന്നെ മുൻ സർവീസസ് താരവും വടകരയിലെയും ജില്ലകളിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വോളിബോൾ ടൂർണമെൻറ്റുകളിൽ നിറസാന്നിധ്യമായിരുന്നു ശ്രീ സേതുവേട്ടനെ ഈ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ശ്രീ മടപ്പള്ളി ബാലകൃഷ്ണൻ, അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കാതെ പോയ ഒരു വ്യക്തിത്വമാണ് ശ്രീ മടപ്പള്ളി ബാലകൃഷ്ണൻ. നമുക്കറിയാം, KSRTCയുടെ സ്ഥിരം പ്ലെയറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കളി കണ്ടവർക്കറിയാം. നമുക്കൊന്നും കളി കാണാനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല. അദ്ദേഹം വളരെ തിളങ്ങി നിൽക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിന് അപകടം സംഭവിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കളിക്കളത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം നമ്മൾ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ പേര് നമ്മളൊരു ആദരവ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏർപ്പെടുത്തിയത്. ബാലേഷ് ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരെ, ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വോളിബോൾ എന്ന കായിക കലയ്ക്ക് ഇടം നൽകിയ ഇതിൻ്റെ സംഘാടകരെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. വോളിബോളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ, പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും ഒരുപാട് കളിക്കാരും, അതോടൊപ്പം തന്നെ ഇരിങ്ങൽ പപ്പൻ മെമ്മോറിയൽ വോളിബോൾ അക്കാഡമിയിലെ
ഇപ്പോൾ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കളിക്കാരികളും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ കടത്തനാട് എന്ന് പറയുമ്പോൾ വോളിബോളും കളരിയും വടക്കൻ പാട്ടും ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് കടത്തനാടിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല. ഈ സെഷനിൽ എനിക്ക് അനുവദിച്ച സമയം 40 മിനിറ്റാണ്. ഞാനൊരു 25 മിനിറ്റിനുള്ളിൽ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കും. അതിനുശേഷം സേതുവേട്ടനും മടപ്പള്ളി ബാലകൃഷ്ണേട്ടനും അവരുടെ ജീവിതത്തിലെ വോളിബോൾ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു അനുഭവം 5 മിനിറ്റ് വീതമെടുത്ത് നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. 1920-കൾ മുതൽ 1970-കൾ വരെയുള്ള കടത്തനാടിൻ്റെ വോളിബോൾ ചരിത്രമാണ് ഞാൻ പഠിച്ചത്. അത് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് പുറമേരിയിലെ ജാസ് സ്പോർട്സ് ക്ലബിന് വേണ്ടിയിട്ട് അവർ പുറത്തിറക്കിയ ജാസ് ഇറക്കിയ ഒരു വലിയ സുവനീറിലെ ആണ് ആ പഠന പ്രബന്ധം പ്രസിദ്ധീകരിച്ചു വന്നത്. അതിൻ്റെ ചുമതലക്കാരനായ MC സുരേഷ് ഇവിടെയുണ്ട്. ആ പഠനത്തിൽ എത്രയോ മാസങ്ങൾ പഠനത്തിന് വേണ്ടിയുള്ള ദീർഘയാത്രകളിൽ എത്രയോ മാസങ്ങൾ എൻ്റെ കൂടെ സഞ്ചരിച്ച് എനിക്ക് എല്ലാ സഹായ സഹകരണവും നൽകിയ വില്യാപ്പള്ളി MJ ഹൈസ്കൂളിലെ വിരമിച്ച മലയാളം അധ്യാപകനായ ശ്രീ CK മുഹമ്മദും ഇവിടെയുണ്ട്. ഞാൻ നടത്തിയ പഠനം അതൊരു സമഗ്രമോ സമ്പൂർണമോ ആണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. മാത്രമല്ല, ഈ അരമണിക്കൂർ ഒരു 2 മണിക്കൂർ സമയമെങ്കിലും എടുത്ത് പറയേണ്ട ഒരു കാര്യം ഞാനൊരു 30 മിനിറ്റിനുള്ളിലാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ പല സുപ്രധാന സംഭവങ്ങളും നിരവധി കളിക്കാരുടെയും സംഘാടകരുടെയൊക്കെ പേരുകളൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതൊരു വിമർശനമായി ഉന്നയിക്കരുതെന്ന് ആദ്യമായി വിനീതമായ അപേക്ഷ. ഓരോ പ്രദേശത്തിൻ്റെയും കായിക ചരിത്രത്തിന് പിറകിൽ എന്തെങ്കിലും ഒരു കാരണം അല്ലെങ്കിൽ ഒരു നിമിത്തം ഉണ്ടാകും. അങ്ങനെ എല്ലാ പ്രദേശത്തിൻ്റെയും കായിക ചരിത്രത്തിന് പിറകിൽ എന്തെങ്കിലും ഒരു കാരണമോ നിമിത്തമോ ഉണ്ടാകണമെന്ന് വാശി പിടിക്കാനും കഴിയില്ല. ഇപ്പോൾ വടകര എന്നറിയപ്പെടുന്നത് വോളിബോളിൻ്റെ ഒരു ഈറ്റില്ലമായിട്ടാണ്. വടകരയുടെ തൊട്ടടുത്ത പ്രദേശമാണ് തലശ്ശേരി എന്ന് പറയുന്നത്. തലശ്ശേരി ഒരു ക്രിക്കറ്റിൻ്റെ ഒരു കേന്ദ്രമാണ്. 1799 മെയ് മാസത്തിലാണ് ടിപ്പു സുൽത്താൻ വധിക്കപ്പെടുന്നത്. ടിപ്പു സുൽത്താനെ വധിക്കാൻ 4ാം കർണാട്ടിക് യുദ്ധത്തിൽ ടിപ്പു സുൽത്താനെ വധിക്കാൻ വേണ്ടി പരാജയപ്പെടുത്താൻ വേണ്ടി 1798 മെയ് മാസത്തിലാണ് റിച്ചാർഡ് വെല്ലസ്ലിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സൈനിക സന്നാഹം തലശ്ശേരിയിൽ കപ്പലിറങ്ങുന്നത്. ആ കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെക്കുറിച്ച് പഠനം നടത്തി ബ്ലാക്ക് വൂഡ്സ് എഡിൻബർഗ് മാഗസീനിൽ വന്ന ഒരു ലേഖനത്തിൽ പറയുന്നത് ഗൺ കേസിനൊപ്പം ക്രിക്കറ്റ് ബോളും ബാറ്റുമായാണ് ബ്രിട്ടീഷുകാർ തലശ്ശേരിയിലെത്തിയിരുന്നത്. അക്കാലത്തെ തലശ്ശേരി ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു. അപ്പോൾ ആ ഒരു ബ്രിട്ടീഷ് ഭരണകാലത്ത് തലശ്ശേരിയിലെ ജനങ്ങളുടെ ഒരു കൊളോണിയൽ വിധേയത്വത്തിൻ്റെ ഭാഗമായി വെയിലത്ത് ഗ്രൗണ്ടുകളിൽ ക്രിക്കറ്റ് കളിക്കുന്ന വെള്ളക്കാരെ പേടിച്ച് തലശ്ശേരിയിലെ ആളുകൾ മുഴുവൻ ഈ കളിയുമായി ബന്ധപ്പെടുകയാണ്. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അക്ഷരജ്ഞാനമില്ലാത്ത തലശ്ശേരിയിലെ സാധാരണക്കാരായ ആളുകളൊക്കെ ബാറ്റിങ്, ബൗളിങ്, LBW, ബൗണ്ടറി, സിക്സർ എന്നെല്ലാം പറയാൻ തുടങ്ങി. കൽക്കട്ട എന്ന് പറയുന്ന പ്രദേശം അറിയപ്പെടുന്നത് ഫുട്ബോൾ ഭ്രാന്തന്മാരുടെ നഗരമായിട്ടാണ്. 1887 ആദ്യത്തെ ഫുട്ബോൾ ക്ലബ് കൽക്കട്ടയിൽ രൂപീകരിക്കുന്നത്. ആ ക്ലബിൻ്റെ പേര് ക്രസൻറ്റ് ക്ലബ് എന്നാണ്. പിന്നീടത് ഹമീദിയ ക്ലബ്ബായി മാറി. ആ ഹമീദിയ ക്ലബ്ബാണ് ഇന്നത്തെ മുഹമ്മദൻ സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്നത്. 1889 ഞാൻ ഇത് പറയുന്നത് കുറേ കുട്ടികളെ കൊണ്ട് ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ടാണ്. മോഹൻ ബഗാൻ എന്ന ടീം, ഇപ്പോഴും ആ മോഹൻ ബഗാൻ ടീമുണ്ട്. 1911 കൽക്കട്ടയിൽ ഇന്നത്തെ ഈഡൻ ഗാർഡനിൽ ഒരു ചരിത്രപ്രസിദ്ധമായ ഒരു ഫുട്ബോൾ മത്സരം നടക്കുന്നുണ്ട്. ആ മത്സരം IFA ഷീൽഡ് ഫുട്ബോൾ ഫൈനൽ മത്സരമാണ്. അതിന് മത്സരിക്കുന്ന 2 ടീമുകളാണ്. ഒന്ന് മോഹൻ ബഗാൻ, രണ്ടാമത്തെ ടീം ഈസ്റ്റ് യോർക്ക്ഷയർ റെജിമെൻറ്റ് എന്ന ബ്രിട്ടീഷുകാരുടെ ഒരു ടീമാണ്.
അപ്പോൾ ഈ വെള്ളക്കാരായ കളിക്കാരൊക്കെ ഈസ്റ്റ് യോർക്ക്ഷയർ റെജിമെൻറ്റിലെ കളിക്കാരൊക്കെ അന്ന് അവൈലബിളായ എല്ലാ ബൂട്ട്സും ജേഴ്സിയും എല്ലാ ആധുനിക സൗകര്യങ്ങളോടു കൂടിയാണ് കളിക്കുന്നത്. മോഹൻ ബഗാൻ കളിക്കുന്നത് നഗ്നപാതരായിട്ടാണ്. ദാരിദ്ര്യമാണ് അവരുടെ മുഖമുദ്ര. ആ സമയത്ത് കൽക്കട്ടയിലെ, പ്രത്യേകിച്ച് ബംഗാളിലെ ഒരുപാട് ചെറുപ്പക്കാരായ വിപ്ലവകാരികളെ, ഇപ്പോൾ 18 വയസ്സുള്ള ശിവദാസ് ബാദുരി, പ്രഫുല്ല ജാക്കി, ഖുദിറാം ബോസ് തുടങ്ങിയ ഒരുപാട് ചെറുപ്പക്കാരെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയതിൻ്റെ ഒരു പ്രതികാരവുമായാണ് കൽക്കട്ടയിലെ ബംഗാളിലെ ചെറുപ്പക്കാരൊക്കെ വെള്ളക്കാരോടുള്ള അതിഭീകരമായ ദേഷ്യം, പ്രതിഷേധം, പ്രതികാരം മനസ്സിൽ സൂക്ഷിക്കുന്നൊരു കാലമാണ് ആ സമയത്ത്. കളി തുടങ്ങാൻ നോക്കുമ്പോൾ ഒരു വലിയൊരു വൈകാരികമായൊരു സംഗതിയാണ്, ഞാനത് പറയണം. കളി തുടങ്ങാൻ നോക്കുന്ന സമയത്ത് ഈ മോഹൻ ബഗാൻ ടീമിൻ്റെ ക്യാപ്റ്റൻ്റെ പേര് ശിവദാസ് ബാദുരി എന്നാണ്. അദ്ദേഹം ബെരിസോൾ സ്വദേശിയാണ്. അപ്പോൾ ഈ ശിവദാസ് ബാദുരി കളിക്കുന്ന 10 സഹകളിക്കാരെയും ചേർത്ത് പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയും, നമ്മൾ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ ഖുദിറാം ബോസാണ്, പ്രഫുല്ല ജാക്കിമാരാണ്. ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുന്നൊരു പോരാട്ടമാണ്. അന്ന് ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് ബ്രിട്ടീഷുകാരെന്തായാലും ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കളിക്കാൻ ഇറങ്ങുന്നത്. പക്ഷേ അത്യന്തം വാശിയേറിയ ഒരു മത്സരത്തിൽ 2-1 നഗ്നപാതരായി കളിച്ച മോഹൻ ബഗാൻ ടീം ജയിക്കുകയാണ്. അത് ഒരു ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ളൊരു പോരാട്ടമായിരുന്നു ആ കളി എന്നുള്ളതാണ്. ആ കളിയോടുകൂടി തന്നെ ബ്രിട്ടീഷുകാർ അപമാനിതരായി മാറി. മാത്രമല്ല, ചരിത്രത്തിൽ പറയുന്നത് കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം മാറ്റാനുള്ള ഒരു കാരണം ഈ പരാജയമാണെന്നും പറയപ്പെടുന്നുണ്ട്. കൽക്കട്ട ഫുട്ബോൾ ഭ്രാന്തന്മാരുടെ നഗരമായി മാറുന്നത് എങ്ങനെയാണ്. കടത്തനാടിൻ്റെ വോളിബോളിനും ഇത്തരം ഒരു കഥ പറയാനുണ്ട്. കാരണം പോർക്കോഴികൾ പോലെ അങ്കത്തട്ടുകളിൽ കുതിച്ചു പറന്ന ആയോധന വീരന്മാരാണ് കടത്തനാടൻ മണ്ണിലെ മനസ്സിലെ ആദിരൂപങ്ങൾ. തച്ചോളിയോധനൻ്റെയും ആരോമൽ ചേകവരുടെയും ഉണ്ണിയാർച്ചയുടെയും ആയോധന പാരമ്പര്യത്തിൻ്റെ ജീവൽ സ്മരണകളിൽ നിന്നാണ് കടത്തനാട്ടുകാർക്ക് വോളിബോൾ ലഹരി പകർന്നു കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം 1805 പഴശ്ശിരാജാവ് കൊല്ലപ്പെടുന്നത്. പഴശ്ശിരാജാവുമായി ബ്രിട്ടീഷുകാർ നടത്തിയ ഏറ്റുമുട്ടലിൽ 1797 പേരിയ ചുരത്തിൽ നടന്ന പോരാട്ടത്തിൽ 1100 വെള്ളക്കാരായ പട്ടാളക്കാരാണ് മരിക്കുന്നത്. 1799 നടന്ന പേരിയ ചുരം മണത്തണയിൽ നടന്ന ഒരു പോരാട്ടത്തിൽ 76 ബ്രിട്ടീഷുകാർ മരിച്ചു പോകും. ഇപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മളെപ്പോലെയെല്ലാം മരണഭയം കൂടുതലാണ്. അപ്പം 1800 ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിനെ മുഴുവൻ അവരുടെ ഒരു അധീശത്വ മേഖലയായി സമ്പൂർണമായ ആധിപത്യം, രാഷ്ട്രീയ ഭരണപരമായ ആധിപത്യം സ്ഥാപിച്ച സമയത്ത് പഴശ്ശിരാജാവിനെ പരാജയപ്പെടുത്താൻ വേണ്ടി മലബാറിൽ മുഴുവൻ മലബാറിനെ ഒരു നിരായുധീകരണ മേഖലയായി പ്രഖ്യാപിച്ചു. നിരായുധീകരണ മേഖലയായി പ്രഖ്യാപിച്ചപ്പോൾ കളരികൾ, വാള്, ഉറുമി, പരിച ഇത് മുഴുവൻ പരിപൂർണമായി നിശ്ചലമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഈ പഴശ്ശിരാജാവിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി അന്നത്തെ അസിസ്റ്റൻ്റ് കളക്ടറായി, മലബാർ അസിസ്റ്റൻ്റ് കളക്ടറായി നിയമിതനാവുന്നത് തോമസ് ഹാർവേ ബാബറാണ്. തോമസ് ഹാർവേ ബാബറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് മേജർ കാമറൂൺ എന്ന് പറയും. മേജർ കാമറൂണിൻ്റെ അതിസുന്ദരിയായ ഭാര്യയായിരുന്നു ഹെലൻ ഫിയോറൻ എന്ന് പറയും. ഈ മേജർ കാമറൂൺ പേരിയ ചുരത്തിൽ വെച്ച് കൊല്ലപ്പെട്ടപ്പോൾ തോമസ് ഹാർവേ ബാബർ തൻ്റെ പ്രിയമിത്രമായ മേജർ കാമറൂണിൻ്റെ ഭാര്യ ഹെലൻ ഫിയോറിനെ തൻ്റെ ഭാര്യയാക്കി മാറ്റി. ആ ഭാര്യയാക്കി മാറ്റുന്ന സമയത്ത് അദ്ദേഹം എടുക്കുന്ന പ്രതിജ്ഞ പഴശ്ശിരാജാവിനെ ഞാൻ വധിച്ചിരിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാലത്ത് കളരികൾ നമ്മുടെ കടത്തനാടിൻ്റെ ഗ്രാമങ്ങളെ മുഴുവൻ ഭയങ്കര സജീവമാക്കി നിർത്തിയിരുന്ന കാലത്ത് നിന്ന് ഈ പഴശ്ശി കലാപം വന്നതോടുകൂടി തന്നെ നമ്മുടെ നാട്ടിലെ കളരികളെല്ലാം നിശബ്ദമായി മാറുക, നിർജീവമായി മാറുക. ഇപ്പോൾ വോളിബോൾ എന്ന കളി കണ്ടുപിടിക്കുന്നത് 1885 ആ കളി കണ്ടുപിടിക്കുന്നത് അമേരിക്കയിലെ YMCA സ്പ്രിംഗ് ഫീൽഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിലാണ്.
ആ കണ്ടുപിടിച്ച ആളുടെ പേര് വില്യം ജി മോർഗൻ എന്നാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സമയമായപ്പോഴേക്കും ലോകമെമ്പാടും സഞ്ചരിച്ച യൂറോപ്പിലെയും അമേരിക്കയിലെയും സൈനികർ അവരുടെ ഒരു ഒഴിവു സമയ വിനോദമായി വോളിബോളിനെ ഉപയോഗിക്കുകയും അത് പതുക്കെ പതുക്കെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും പടരുകയും 1921 അത് മദ്രാസ് YMCA ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിലെത്തുകയും ചെയ്തു. ആ വർഷം നമ്മുടെ വടകരക്കാരനായ ഒരു മാധവൻ നമ്പ്യാർ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ആരാണെന്ന് എനിക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം വടകരയിൽ നിന്ന് തീവണ്ടി കയറി മദ്രാസ് YMCAയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കായിക അധ്യാപകരുടെ പരിശീലനത്തിന് ചേരുന്നുണ്ട്. അങ്ങനെ അവിടെ പരിശീലനത്തിന് പോയ മാധവൻ നമ്പ്യാർ തൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യമായി ഒരു വോളിബോൾ നെറ്റും വോളിബോളുമായി വടകര റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി ഇറങ്ങുന്നു. അപ്പോൾ പിന്നീട് അദ്ദേഹം 1-2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വടകരയിലെ BM ഹൈസ്കൂളിൽ, അക്കാലത്തുണ്ടായിരുന്ന BM ഹൈസ്കൂളിൽ കായികാധ്യാപകനായി മാറുന്നുണ്ട്. വടകര BM ഹൈസ്കൂൾ ആരംഭിക്കുന്നത് 1884-ലാണ്. പുറമേരി കടത്തനാട്ട് രാജാസ് ഹൈസ്കൂൾ ആരംഭിക്കുന്നത് 1890-ലാണ്. നമ്മുടെ സെൻറ്റ് ആൻ്റണീസ് ഗേൾസ് ഹൈസ്കൂൾ ആരംഭിക്കുന്നത് പലരുടെയും വിചാരം ആ കാലത്താണെന്നാണ്. പക്ഷേ സെൻറ്റ് ആൻ്റണീസ് ഗേൾസ് ഹൈസ്കൂൾ ആരംഭിക്കുന്നത് 1938-ലാണ്, വളരെ കഴിഞ്ഞിട്ടാണ്. അപ്പം ഞാൻ ഈ ചരിത്ര പഠനത്തിൻ്റെ ഭാഗമായി കടത്തനാട് രാജാസ് ഹൈസ്കൂളിലെയും പിന്നെ പുറമേരി വടകര BM ഹൈസ്കൂളിലെയും സെൻറ്റ് ആൻ്റണീസ് ഗേൾസ് ഹൈസ്കൂളിലൊക്കെ പഴയകാല സ്കൂളുകൾ റെക്കോർഡുകൾ ഞാൻ പരിശോധിച്ച സമയത്ത് ലഭ്യമായ രേഖകൾ പ്രകാരം കടത്തനാട്ടിൽ ഉയർത്തപ്പെട്ട ആദ്യത്തെ വോളിബോൾ കോർട്ട് 1924 പുറമേരി കടത്തനാട്ട് രാജാസ് ഹൈസ്കൂളിലാണ്. ആ കോർട്ട് ഉണ്ടാക്കിയത് 2 അധ്യാപകരാണ്. അവരുടെ പേര്, ഒരാളുടെ പേര് നാരായണൻ നായർ എന്നാണ്, മറ്റേയാളുടെ പേര് ശങ്കരക്കുറുപ്പ് എന്നാണ്. 1930കളുടെ തുടക്കത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ വടകര DE ഓഫീസ് നിൽക്കുന്ന സ്ഥലത്താണ് അന്നത്തെ ട്രെയിനിങ് സ്കൂൾ. ആ ട്രെയിനിങ് സ്കൂളിൽ ഒരു അധ്യാപകൻ വരികയാണ്. വീരരാഘവയ്യർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പാലക്കാട് സ്വദേശിയാണോ എന്നൊരു സംശയം. അദ്ദേഹം അതിൻ്റെ ഹെഡ്മാഷായി മാറുകയാണ്. ഹെഡ്മാഷായി വന്ന പ്രധാനാധ്യാപകനായി വന്ന വീരരാഘവയ്യർ ഭയങ്കര സ്പോർട്സ് പ്രേമിയാണ്. നമ്മുടെ പുതിയ തലമുറയിലെ അധ്യാപകർക്കൊന്നും ഇങ്ങനെ ഒരു സ്പോർട്സ് പ്രേമമൊന്നും ഇപ്പം ഇല്ല. നമ്മുടെ വോളിബോളിൽ ഇങ്ങനെ മുരടിച്ച് പോകാനുള്ള പല കാരണങ്ങളിൽ ഒരു കാരണം ഇതാണെന്നുള്ളതാണ്. കാരണം ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പീരീഡ് ഇംഗ്ലീഷ് ഗ്രാമറിന് സ്പെഷ്യൽ ക്ലാസ് എടുക്കുകയാണ് മിക്കവാറും എല്ലാ പല സ്കൂളുകളും. കുട്ടികളെ കളിക്കാൻ വരെ വിടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ശാസ്ത്രീയമായ വോളിബോൾ, അന്നത്തെ നിയമാവലിക്കനുസരിച്ചുള്ള വോളിബോൾ വടകരക്കാരെ പരിചയപ്പെടുത്തുന്നത് ഈ വീരരാഘവയ്യരാണ്. അപ്പോൾ വടകര ട്രെയിനിങ് സ്കൂളിലേക്ക് ഒരുപാട് ആളുകൾ പലയിടങ്ങളിൽ നിന്ന് വന്ന് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ അധ്യാപകരായിട്ട് ട്രെയിനിങ്ങിന് ചേരുന്നു. അവിടെ നിന്ന് ആ കുട്ടികളൊക്കെ സംസാരിക്കുകയാണ്. മക്കളെ ശ്രദ്ധിച്ച് കേൾക്ക് കേട്ടാ. നേരത്തെ ഒരു ന്യൂ ജനറേഷനെ പറ്റി ഒരു ചർച്ച ഉണ്ടായിരുന്നു, അത് നിങ്ങളെ പറ്റിയാണ്. ഇതെല്ലാം നിങ്ങൾ കേൾക്കണം. അപ്പോൾ ഈ ട്രെയിനിങ് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ അധ്യാപകർ അവർ നമ്മുടെ കടത്തനാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലെയും ഗ്രാമങ്ങളിലെ വിദ്യാലയങ്ങളിലെ അധ്യാപകരായി മാറുകയും അവിടെ അവർ വോളിബോൾ കോർട്ടുകൾ തുടങ്ങുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാരണം കടത്തനാടിൽ ഒരു വോളിബോൾ സംസ്കാരം ഉണ്ടാക്കുന്നതിൽ ഇപ്പം ഞാനൊക്കെ ഒരു വിരമിച്ച അധ്യാപകനാണ്. എൻ്റെയൊക്കെ മുൻ തലമുറയിലെ 100 വർഷങ്ങൾക്ക് മുമ്പ് വോളിബോളിനെ നെഞ്ചേറ്റിയ അധ്യാപക സമൂഹമാണ് കടത്തനാടൻ ഗ്രാമങ്ങളിൽ കടത്തനാട്ടുകാരുടെ മനസ്സിൽ വോളിബോൾ എന്ന കായിക കലയെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവ് തിക്കോടിയം മാഷ് ആ കാലത്ത് 1930കളിൽ വടകരയിൽ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞ ആളാണ്. അരങ്ങ് കാണാത്ത നടൻ എന്ന പുസ്തകത്തിൽ തിക്കോടിയം മാഷ് ഈ കാര്യം, ഈ വാസ് എ ഗുഡ് പ്ലെയർ, നല്ലൊരു കളിക്കാരനായിരുന്നു. കുഞ്ഞിക്കളവൻ എന്ന കളിക്കാരനോടൊക്കെ മാഷ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കളരി മുഴുവൻ നിരോധിച്ചിരുന്നൊരു കാലത്ത് വോളിബോൾ കളിക്കളങ്ങൾ വന്നപ്പോൾ കളരി മുറകളുടെ ഒരു സംഗമവേദിയായി വോളിബോൾ മാറുക. ലിഫ്റ്റ് ഇടുക, ആകാശത്തിലേക്ക് ചാടുക, ഉയർന്നടിക്കുക, ഡൈവ് ചെയ്ത് ബോളെടുക്കുക, ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ ഉറുമി വീശിയും വാളോണിയും പരിച കൊണ്ട് തടുത്തും കളിക്കളങ്ങളിലാണ് വോളിബോൾ കളിക്കാർ മുന്നേറുന്നത്.
വടക്കൻ പാട്ടുകളിൽ ജീവിക്കുന്ന ചരിത്ര പുരുഷന്മാരുടെ സ്ഥലകാലങ്ങളും മാധ്യമവും മാറിയ പിൻഗാമികളാണ് ഓരോ വോളിബോൾ കളിക്കാരനുമെന്ന് ഓരോ കടത്തനാട്ടുകാരനും അബോധത്തിൽ തിരിച്ചറിഞ്ഞു. അവിടെയാണ് വോളിബോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഒരു വോളിബോൾ ഒരു വലിയ ജനകീയ കൂട്ടായ്മയായി മാറുക. ഇതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പഠിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. 1921 മൊയാർക്ക ശങ്കരൻ കുറുമ്പ്രനാട് താലൂക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി വടകരയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. രാഷ്ട്രീയമായ മുന്നേറ്റത്തിന് തുടക്കമിടുന്നത് മൊയാർക്ക ശങ്കരനാണ്. അതേ കാലയളവിലാണ് വാഗ്ബടാനൻ്റെ നേതൃത്വത്തിൽ ആത്മവിദ്യാസംഘം, നമ്മുടെ ഇന്നത്തെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ബേസ്, നമ്മുടെ കടത്തനാട്ടിൽ ജാതി വിരുദ്ധ പോരാട്ടങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ കടത്തനാട്ടിലെ രാഷ്ട്രീയവും സാമൂഹികവുമായ മുന്നേറ്റങ്ങൾക്ക് ദേശീയ പ്രസ്ഥാനവും ആത്മവിദ്യാസംഘവും കരുത്തു പകരുന്ന സമയത്ത് നമ്മുടെ വോളിബോൾ കടത്തനാട്ടിലെ സാമൂഹിക മുന്നേറ്റത്തിൻ്റെ ഒരു രാസത്വരകമായി പരിണമിച്ചു എന്നതാണ്. അത് വേണ്ട രീതിയിൽ പഠിക്കപ്പെട്ടിട്ടില്ല. കാരണം വോളിബോളിൽ സവർണനില്ല, അവർണനില്ല, പണ്ഡിതനില്ല, പാമരനില്ല, ധനികനില്ല, ദരിദ്രനില്ല, ഹിന്ദുവില്ല, മുസ്ലിമില്ല, നായരില്ല, ഈഴവരില്ല, പറയനില്ല, പുലയനില്ല. കളിക്കുന്നവനും കളി കാണുന്നവരും കളി സംഘടിപ്പിക്കുന്നവരും കളിയുടെ ഒരു ഉന്മാദത്തിലേക്ക് ജാതി ജന്മി നാടുവാഴിത്ത വ്യവസ്ഥ നിലനിന്ന ആ കാലത്ത് എല്ലാ അതിരുകളെയും അതിലംഘിച്ച് മാനവികമായ ഒരു വലിയ കൂട്ടായ്മയിലേക്ക് വോളിബോൾ പതുക്കെ 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 വളർന്നു വന്നു. വോളിബോളിൻ്റെ ചിറകിലേറിയാണ് കടത്തനാട് ദേശത്തിൽ നിന്ന് രാഷ്ട്രത്തിലേക്കും രാഷ്ട്രത്തിൽ നിന്ന് അന്താരാഷ്ട്രത്തിലേക്കും പ്രയാണം ആരംഭിക്കുന്നത്. 1932 93 കൊല്ലങ്ങൾക്ക് വടകരയിൽ ആദ്യത്തെ വോളിബോൾ എക്സിബിഷൻ മാച്ച് നടന്നു. ഫസ്റ്റ് എവർ എക്സിബിഷൻ മാച്ച്. അത് സംഘടിപ്പിക്കുന്നത് വീരരാഘവയ്യരാണ്. അതിൽ പങ്കെടുക്കുന്ന 2 ടീമുകൾ വടകരക്കാരല്ല. ഒന്ന് പാലക്കാട് വിക്ടോറിയ കോളേജാണ്, രണ്ടാമത്തെ ടീം വലപ്പാട് വോളിബോൾ ക്ലബ്ബാണ്. ഈ കളി നടക്കുന്നത് കൊലച്ചന്തയിലാണ്. കൊലച്ചന്തയിൽ 1932 നടന്ന ആദ്യത്തെ എക്സിബിഷൻ മാച്ച് കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് പോലും വന്നത്. അന്ന് 93 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ കളി നിയന്ത്രിച്ച റഫറിയുടെ പേര് സണ്ണി എന്നാണ്. അദ്ദേഹം വടകര BMI സ്കൂളിലെ അധ്യാപകനായിരുന്നു. അതേ വർഷം പതിയാരക്കരയിലെ കൊല്ലന്റെ പറമ്പത്ത് എന്ന കണ്ടത്തിൽ വെച്ചിട്ട്, പറമ്പിൽ വെച്ചിട്ട്, കോർട്ടിൽ വെച്ചിട്ട് ഒരു എക്സിബിഷൻ മാച്ച്, അടുത്ത എക്സിബിഷൻ മാച്ച് അത് നടത്തുന്നത് 2 ടീമുകളാണ്. ഒന്ന് പതിയാരക്കര ടീമും വടകര ട്രെയിനിങ് സ്കൂൾ ടീമും. പതിയാരക്കര ടീമിൽ കളിച്ച 3 ആളുകളെ പേര് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 4 ആളുകൾ. ഒന്ന് പോത്രഞ്ചേരി ഗോപാലൻ നമ്പ്യാർ, 2 ഒരു അമ്മദ്, 3 ഒരു കുഞ്ഞുഗോവിന്ദൻ നമ്പ്യാർ, 4 ഒരു കോമപ്പ കുറുപ്പ്. 1934 ആദ്യത്തെ ടൂർണമെന്റ് നടക്കുന്നത്. 91 വർഷങ്ങൾക്ക് മുമ്പ്. ആലോചിച്ച് നോക്കുക. ആ ടൂർണമെൻ്റ് പേര് മാധവൻ നായർ സ്മാരക വോളിബോൾ ടൂർണമെൻ്റാണ്. ആ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന ടീമുകൾ ഇരിങ്ങണ്ണൂർ, പുറമേരി, പതിയാരക്കര, വടകര ടൗൺ ട്രെയിനിങ് സ്കൂൾ ടീം. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ അധ്യാപകരാണ്. പുറമേ നോക്കണം, ഇത് മുഴുവൻ വളർത്തിക്കൊണ്ടിരുന്ന ടീച്ചേഴ്സാണ്. പതുക്കെ 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 വോളിബോൾ കടത്തനാട്ടുകാരുടെ ഒരു ലഹരിയായി മാറുക. അപ്പോൾ ഇനി ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ കടത്തനാട് വോളിബോളിൻ്റെ ദിശ മാറ്റി എഴുതിയ 2 കളികളെക്കുറിച്ച് നിങ്ങളെല്ലാം അറിയണം. ഒരു വോളിബോൾ പഠിതാവ് എന്ന രീതിയിൽ ഞാനത് പ്രത്യേകിച്ച് മടപ്പള്ളി ബാലകൃഷ്ണനെ പോലെ, അതായത് മടപ്പള്ളി ബാലകൃഷ്ണൻ ചെയ്തോട്ടിക്കൊണ്ടല്ല, മടപ്പള്ളി ബാലകൃഷ്ണൻ ചെയ്തോട്ട് ഇന്ത്യൻ കോച്ചായിരുന്നു. കടത്തനാടൻ വോളിബോളിലെ ലെജൻസ് എന്ന് പറയാവുന്ന ഒളിമ്പിയൻ ത്രീമാൻ, കളത്തിൽ മുകുന്ദൻ, ഇരിങ്ങൽ പപ്പൻ, അവരോടൊപ്പം കളിച്ച ഇന്ന് ജീവിച്ചിരിക്കുന്ന വടകരയിലെ ഒരേ ഒരു കളിക്കാരനാണ് മടപ്പള്ളി ബാലകൃഷ്ണൻ. ഓക്കെ, ഒരു ഭയങ്കര സംഭവമാണ്. അപ്പോൾ 2 കളികൾ പറയണം. ഒന്ന്, ഈ കളികളെ കുറിച്ച് ഞാൻ IPM ഇരിങ്ങൽ പപ്പൻ മെമ്മോറിയൽ വോളിബോൾ അക്കാഡമിയിൽ നടന്ന ഒരു സെമിനാറിൽ ഞാൻ ഈ കളിയെക്കുറിച്ച് പറഞ്ഞതാണ്. അത് കേട്ട പ്രസാദനെ പോലത്തെ ആളുകൾ സുരേഷ് മാഷിലൊന്ന് ക്ഷമിക്കണം എന്ന അപേക്ഷ. അത് നമ്മൾ വടകരക്കാർ എങ്ങനെയാണ് വോളിബോളിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു എന്നതിൻ്റെ 2 ഉദാഹരണം. 1934 കതിരൂരിൽ ദിവാൻ ബഹദൂർ TC നാരായണക്കുറുപ്പ് മെമ്മോറിയൽ വോളിബോൾ ടൂർണമെൻറ്റ് നടക്കുന്നത്. അതിൽ പങ്കെടുക്കുന്ന 2 ടീമുകൾ, ഒന്ന് കതിരൂർ ടീമും വടകര ട്രെയിനിങ് സ്കൂൾ ടീമാണ്.
ഈ കളി കാണാൻ വേണ്ടി ഫൈനലിലെത്തുന്ന ടീം നമ്മുടെ വടകരയും കതിരൂരുമാണ്. വടകരയുടെ മെയിൻ പ്ലെയർ എന്ന് പറയുന്നത് പോത്രഞ്ചേരി ഗോപാൽ നമ്പ്യാർ. പോത്രഞ്ചേരി ഗോപാൽ നമ്പ്യാരെ കണ്ട ആളുകൾ ഒരു പക്ഷേ ഇവിടെ ഉണ്ടാവും. ഹൈറ്റ് കുറഞ്ഞിട്ടാണ്. നമ്മുടെ EM ബാലകൃഷ്ണൻ ഉണ്ട്. EM ബാലകൃഷ്ണൻ എന്ന് വിളിക്കുക, കുറുക്കി ബാലകൃഷ്ണൻ എന്നാണ് വിളിക്കുക. അതാ ലേറെ വീട്ട ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെയാണ് പോത്രഞ്ചേരി നമ്പ്യാരും. ഭയങ്കര അറ്റാക്കറാണ്, ജമ്പിങ്. അതാണ്. അപ്പോൾ ഒന്നാമത്തെ ഫൈനൽ തുടങ്ങി. ഒന്നാമത്തെ സെറ്റ് കതിരൂർ ടീം വളരെ എളുപ്പം ജയിച്ചപ്പോൾ കതിരൂർ ടീം എന്ത് ചെയ്തു വെച്ചാൽ വടകരക്കാരിലെ അങ്ങനെ വന്നാലേ പോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് സെക്കൻഡ് സെറ്റ് അങ്ങ് തോറ്റു കൊടുക്കാമെന്ന് പറഞ്ഞു. സെക്കൻഡ് സെറ്റ് കതിരൂർ ടീം വടകരക്കാർക്ക് തോറ്റു കൊടുത്തു. തേർഡ് സെറ്റായ സമയത്ത് പോത്രഞ്ചേരിയും വീരരാഘവീരനും പറഞ്ഞ് അത് വിട്ടുകൊടുക്കാൻ പാടില്ല, അതാണ് വടകരക്കാരൻ്റെ ചോര പയറ്റ്, ഇത് നമ്മൾ അടിക്കണം എന്ന് പറഞ്ഞു. മൂന്നാമത്തെ സെറ്റ് നെക്ക മാച്ച് നടക്കുകയാണ്. സ്കോർ 12-7 ആ സമയത്ത് പോത്രഞ്ചേരി ഗോപാലൻ നമ്പ്യാർ മറഞ്ഞു വന്നൊരു ബോൾ ചാടി അടിച്ചിട്ട് എതിർ ടീമിലെ ഒരു കളിക്കാരൻ്റെ മുഖത്ത് കൊണ്ടും അയാൾ ബോധരഹിതനായി വീണ് കളി മാറി. വടകര ജയിച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് കളിക്കാനാണ്. പോത്രഞ്ചേരി ഗോപാലൻ നമ്പ്യാറെ ആനപ്പുറത്ത് കയറ്റിയിട്ടാണ് കതിരൂരിൽ നിന്ന് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. കണ്ടോ, ഒരു ജനത ആനപ്പുറത്തേറ്റി കൊണ്ടുപോയ പാരമ്പര്യമാണ് വടകരക്കാരൻ. ഇനി അതിലൊരു തമാശ എന്താണെന്ന് പറഞ്ഞാൽ, പോത്രഞ്ചേരി ഗോപാലൻ നമ്പ്യാർ ആനപ്പുറത്ത് കയറുന്ന സമയത്ത് ഒരാൾ, കളി കാണാൻ പോയ ഒരാൾ കതിരൂരിൽ നിന്ന് മരണ ഓട്ടാണ്. വടകരക്ക് മരണപ്പാച്ചിൽ പാഞ്ഞ് ഇവിടെ എത്തി പറഞ്ഞു, ഇതാ തീവണ്ടി വരുന്നുണ്ട്, നമ്മൾ ജയിച്ച് കയറുന്നു. അങ്ങനെ ഈ നാട്ടിലെ ആൾക്കാർ മുഴുവൻ 91 കൊല്ലങ്ങൾക്ക് മുമ്പാണേ, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആളുകൾ മുഴുവൻ വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി വമ്പിച്ച സ്വീകരണം ഇവർക്ക് മുഴുവൻ. അപ്പോൾ ആ ഒരു 91 കൊല്ലങ്ങൾക്ക് മുമ്പ് വടകരയിലെ സാധാരണക്കാരായ മനുഷ്യർ വോളിബോൾ എന്ന കായിക വിനോദത്തെ എങ്ങനെ നെഞ്ചേറ്റി എന്നതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. രണ്ടാമത്തെ കളി നടക്കുന്നത് 1949 ഡിസംബറിൽ തുടങ്ങിയിട്ട് 1950 ജനുവരിയിൽ അവസാനിക്കുന്ന മദ്രാസ് പ്രൊവിൻഷ്യൽ ഒളിമ്പിക്സ് ആണ്. അതിൽ പങ്കെടുക്കുന്ന ടീം മലബാർ ജിംഖാന എന്ന ടീമാണ്. മലബാർ ജിംഖാന അന്ന് മദ്രാശിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ വടകരക്കാർ മുഴുവൻ ചേർന്ന്, കളിക്കാർ മുഴുവൻ ചേർന്ന് അന്നത്തെ 1500 രൂപ, ഇന്നത്തെ അതിൻ്റെ മണി വാല്യൂ എത്രയാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. 1949 1500 രൂപ അൺബിലീവബിളായിരിക്കാം. ഒരുപക്ഷെ ഒരു 100 രൂപയ്ക്ക് വലിയ 2 ഏക്കർ സ്ഥലമൊക്കെ കഴിയുന്നൊരു കാലമാവാം. അത് പിരിച്ചു കൊണ്ടുകൊടുത്തു. അതിലൊക്കെ മുൻപിൽ നിന്ന ഒരു വലിയ മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പഴയ ആളുകൾക്ക് ഓർമ്മയുണ്ടാവും. അദ്ദേഹം വടകരയിലൊരു വലിയ അടിക്കാരനായിരുന്നു. അയാൾ അറിയപ്പെടുന്ന പേര് കോരമ്മൻ കിട്ടെന്നാണ് പറയുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ TK ബാലേട്ടൻ മരിച്ചുപോയി. TK ബാലേട്ടനോട് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് കോരമ്മൻ കിട്ടെന്നുള്ള പേര് വന്നത് കോരൻ മകൻ കൃഷ്ണൻ എന്നുള്ളത് ലോപിച്ചിട്ടാണ് കോരമ്മൻ. പക്ഷേ ഇയാൾ ഭയങ്കര അടിക്കാരനാണ്. അന്നത്തെ അടി കഴിഞ്ഞാൽ പിറ്റേന്ന് ലോകിയാണ്. അന്ന് അടിക്കുന്നതാണ്, ഇന്ന് അടിപ്പിക്കുന്നതാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ മദ്രാശിയിലേക്ക് പോകുന്നു. ഒരുപാട് പൊന്നാനിയിലും ഒക്കെ നടന്ന ഒരുപാട് ട്രയൽ മത്സരങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ മെയിൻ 6 തിരഞ്ഞെടുക്കുന്നത്. മെയിൻ 6 എന്ന് പറയുന്നത് അന്ന് ഇരിങ്ങൽ പപ്പൻ ആ ടീമിലില്ല. മലബാർ ചാമ്പ്യൻ നാരായണൻ നായർ, കാട്ടിലദ്രീമാൻ, കളത്തിൽ മുകുന്ദൻ, തിക്കോടി രാഘവൻ വൈദ്യർ, പാലോറ നാണു, വെസ്റ്റ് ഹിൽ പാച്ചു. അവിടെ എത്തുമ്പോൾ പ്രധാനപ്പെട്ട അന്ന് ദക്ഷിണേന്ത്യയിലെ ടീമുകളൊക്കെ മദ്രാസ് പ്രോവിൻസ് ആണല്ലോ. അപ്പോൾ അതിൽ തിരുവിതാംകൂർ പോലീസ്, കരുണാകരക്കുറുപ്പ്, AP കോയ, ശ്രീധരൻപിള്ള തുടങ്ങിയ പ്രഗത്ഭ കളിക്കാർ. ഗുണ്ടൂർ ടീം, അതിൽ ബുച്ചിരാമയ്യ, കോദണ്ഡരാമയ്യ തുടങ്ങിയ കളിക്കാർ. മലബാർ ജിംഖാനേക്കാൾ മികച്ച ടീമാണ് തഞ്ചാവൂർ ടീം. അതിലന്നത്തെ ടോപ്പ് പ്ലെയേഴ്സാണ് മാടസ്വാമി, സുലൈമാൻ, രത്നം, അയ്യാവു, അബ്ദുൾ റസാഖ്. ഇവർ തമ്മിൽ നടന്ന ഈ തഞ്ചാവൂർ ടീമും മലബാർ ജിംഖാനയും തമ്മിൽ നടന്ന ഒരു ഫൈനൽ മത്സരമുണ്ട് പോലും. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്ന ഏറ്റവും മികച്ച കളിയാണെന്നാണ് പറയുന്നത്. ആ കളിയിലെ തുരുപ്പ് ചീട്ട് ഒളിമ്പ്യൻ അബ്ദുറഹിമാൻ എന്ന് പിന്നീട് അറിയപ്പെട്ട പുറമേരിയിൽ ജനിച്ച കാട്ടിൽ അബ്ദുറഹിമാനായിരുന്നു. ഓക്കെ, അത് ആ കാട്ടിൽ അബ്ദുറഹിമാൻ്റെ അതിനുശേഷമുള്ള ഒരു പേര് ഒളിമ്പ്യൻ അബ്ദുറഹിമാൻ എന്നായി മാറുന്നത് പ്രൊവിൻഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുത്തുകൊണ്ടാണ്. ഒരു സാഹിത്യവേദിയുടെ ഒരു സാഹിത്യ ഉത്സവമായതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനെ ഒന്ന് സ്മരിക്കുന്നു. 1950
മാർച്ച് മാസത്തിൽ മാതൃഭൂമി ദിനപത്രത്തിൽ ഒളിമ്പ്യൻ അബ്ദുറഹിമാൻ എന്ന പേരിൽ ഒരു ലേഖനം എഴുതിയത് എൻ്റെ അച്ഛനാണ്, MC അപ്പുണ്ണി നമ്പ്യാണ്. 2000 ഒളിമ്പ്യൻ അബ്ദുറഹിമാൻ അന്തരിച്ച സമയത്ത് മാതൃഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ അനുശോചനക്കുറിപ്പ് എഴുതിയത്, അനുസ്മരണക്കുറിപ്പ് എഴുതിയത് ഞാനാണ്. ഒരു ചരിത്രത്തിൻ്റെ ഒരു നിയോഗമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒളിമ്പ്യൻ അബ്ദുറഹിമാനെക്കുറിച്ച് പറയണം, ഒളിമ്പ്യൻ അബ്ദുറഹിമാനെക്കുറിച്ചും പറയണം, ഇരിങ്ങൽ പപ്പനെക്കുറിച്ചും പറയണം. ഇവരാണ് വടകര ജന്മം നൽകിയ ഏറ്റവും മികച്ച അറ്റാക്കേഴ്സ് എന്ന് പറയും. ഇപ്പോൾ മദ്രാസ് ഒളിമ്പിക്സ് നടക്കുമ്പോൾ, പ്രൊവിൻഷ്യൽ ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് കളത്തിൽ മുകുന്നൻ്റെ ഒരു ലിഫ്റ്റ് ഇട്ടിട്ട് ഒളിമ്പ്യൻ അത്രയും വന്യമായ കരുത്താണ്, ഭയങ്കര കളരി അഭ്യാസിയാണ്, അരോഗ ദൃഢഗാത്രനാണ്. അപ്പോൾ ഇയാളിങ്ങനെ ഒരു ട്രയൽ ഷോട്ട് ഇങ്ങനെ അടിച്ചിട്ട്, റഹ്മാനിക്ക് അടിച്ചിട്ട്, ഞാനും സുരേഷും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ഒരുപാട് നേരം സംസാരിച്ചാണ്. അടിച്ചിട്ട് ഇങ്ങനെ ഫസ്റ്റ് ലൈനിൽ, അറ്റാക്ക് ലൈനിൻ്റെ ഇപ്പുറം അടിച്ചിട്ട് ബോളിങ്ങനെ ആകാശത്തിലേക്ക് പോകുമ്പോൾ അപ്പുറത്തെ കോർട്ടിലെ തമിഴ്നാട്ടിലെ കളിക്കാർ ചോദിക്കുക പോലും, ഈ ആരുടെ ഇത്, മാടോ മനിതനോ മനുഷ്യനോ മൃഗമോ? അതാണ് അബ്ദുറഹിമാൻ എന്ന് പറയുന്നത്. ഇരിങ്ങൽ പപ്പൻ അന്തരിക്കുന്നത് 1982 ഇരിങ്ങൽ പപ്പൻ്റെ തട്ടകം എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. ഇരിങ്ങൽ പപ്പൻ അന്തരിച്ച വാർത്തയറിഞ്ഞ ബാംഗ്ലൂരിലെ അന്നത്തെ ഏറ്റവും വലിയ ലീഡിംഗ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഡക്കാൻ ഹെറാൾഡ് ഫ്രണ്ട് പേജിൽ എഴുതിയ അനുസ്മരണക്കുറിപ്പിൻ്റെ ശീർഷകം ഇതാണ്: ബാംഗ്ലൂർസ് ഹ്യൂമൻ ഡൈനാമോ പത്മനാഭൻ ഈസ് നോ മോർ. അപ്പം പത്മനാഭൻ ഇരിങ്ങൽ പപ്പൻ ഹ്യൂമൻ ഡൈനാമോ ആയിട്ടാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക അവർ രണ്ടുപേരുടെയും കളിയുടെ ചന്തം. അപ്പം ഇവർ ജയിച്ച് തിരിച്ചു വരുമ്പം, അത് അവസാനിപ്പിക്കുന്നു, ഇവർ ജയിച്ച് തിരിച്ചു വരുന്ന ദിവസം വടകര നഗരം, അന്നത്തെ വടകര നഗരം മുഴുവൻ അലങ്കരിച്ച് കൊടിതോരണങ്ങളും അതും കുരുത്തോലിയൊക്കെ അലങ്കരിച്ച് ചെണ്ടയും, രാവിലെ തുടങ്ങിയ ആളുകൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഭയങ്കര ചെണ്ടയും ആർപ്പുവിളികളും ഉത്സവാഘോഷം. റെയിൽവേ സ്റ്റേഷനിൽ കളിക്കാരെ ആനയിക്കുന്നു. തിക്കോടിക്കാർ വന്നത് തിക്കോടി രാഘവൻ വൈദ്യരെ തിരിച്ചു കൊണ്ടുപോകാൻ ഒരു അലങ്കരിച്ച കുതിരയുമായിട്ടാണ് വരുന്നത്. എന്നിട്ട് തിക്കോടി വരെ ഈ അലങ്കരിച്ച കുതിരപ്പുറത്തിരുത്തിയിട്ടാണ്. അതുകൊണ്ട് എനിക്ക് പ്രസാദിനോടൊക്കെ പറയാനുള്ളത്, ഇങ്ങനെ കുതിരപ്പുറത്ത് കൊണ്ടുപോകുന്ന 2 കളിക്കാരെ IPM ഉണ്ടാക്കണം ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ചിട്ട്. കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ കുതിരപ്പുറത്ത് കൊണ്ടുപോകും കേട്ടോ ഞങ്ങൾ. റൈറ്റ്. അപ്പോൾ അതാണ് വോളിബോളിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. ഇനി ഞാനിപ്പോൾ കടത്തനാടൻ വോളിബോളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലൊരു ചരിത്ര സംഭവം എന്ന് പറയുന്നത് പ്രൊഫസർ KP വാസുമാഷ്, സുനി ഇവിടെ ഇരിക്കുന്നുണ്ട്, വാസുമാഷയുടെ നേതൃത്വത്തിൽ 1967 ആരംഭിച്ച ACK നമ്പ്യാർ വോളിബോൾ ടൂർണമെൻറ്റാണ്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല, മറ്റേതെങ്കിലും സന്ദർഭത്തിൽ പറയുന്നതാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. 1950കളിലും 1960കളിലും ഇന്ത്യ ആകമാനമുള്ള കളിയാസ്വാദകരെ ത്രസിപ്പിച്ച 2 കളിക്കാരാണ് ഒളിമ്പ്യൻ അബ്ദുറഹിമാനും കളത്തിൽ മുകുന്ദനും. കളത്തിൽ മുകുന്ദൻ്റെ ലിഫ്റ്റില്ലെങ്കിൽ അബ്ദുറഹിമാൻ്റെ സ്മാഷില്ല. കളത്തിൽ മുകുന്ദൻ എന്ന ഹിന്ദു നാമധാരിയും അബ്ദുറഹിമാൻ എന്ന മുസ്ലിം നാമധാരിയും പ്രതിനിധാനം ചെയ്യുന്നത് വോളിബോൾ എന്ന കായിക കല കടത്തനാട്ടുകാർക്ക് പകർന്നു നൽകിയ മാനവികതയുടെ, ഐക്യത്തിൻ്റെ, സംഘബോധത്തിൻ്റെ, മതനിരപേക്ഷ സംസ്കാരത്തിൻ്റെ സൗന്ദര്യവും സൗരഭ്യവുമാണ്. നന്ദി, നമസ്കാരം. ഞാൻ ആദ്യമായി ചോദിക്കുന്നത് ചോദ്യം സേതുവേട്ടനോടാണ്. സേതുവേട്ടൻ 1986 സോൾ ഏഷ്യാഡിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യൻ ടീമിൻ്റെ അസിസ്റ്റൻ്റ് കോച്ചാണ്. അപ്പോൾ സോൾ ഏഷ്യാഡിൽ ഇന്ത്യ വിൻ ചെയ്തതോടുകൂടി തന്നെ ക്രിക്കറ്റ് പോലെ, ഫുട്ബോൾ പോലെ ഗ്ലാമർ ഒരു ഐറ്റമായിട്ട് വോളിബോൾ മാറിയപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ അപജയമെന്ന് പറയുന്നത് എന്നോട് സുരേഷോടും അച്യുതക്കുറുപ്പ്, മെയിൻ കോച്ച് അച്യുതക്കുറുപ്പ് പറഞ്ഞതാണ്. ഈ അന്നത്തെ ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾ ഇന്ത്യൻ വോളിബോൾ ടീമിൽ മക്കളെ ചേർക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. 90 ഏഷ്യാഡിൽ ഇന്ത്യൻ ടീം പങ്കെടുത്തിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കും. അതാണ് ഇന്ത്യൻ്റെ സ്പോർട്സ് കൾച്ചർ എന്ന് പറയുന്നത്. 2 പേരുള്ള ഒരു ചോദ്യം, നിങ്ങളുടെ വോളിബോൾ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു അനുഭവം 5 മിനിറ്റ് വീതം എടുത്ത് സംസാരിക്കും. സദസ്സിന് നമസ്കാരം. ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച് ഞങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടും പ്രത്യേകം നന്ദിയും അറിയിക്കുകയാണ്. ഹരീന്ദ്രൻ മാഷ് ചോദിച്ച ചോദ്യം എൻ്റെ വോളിബോൾ ജീവിതത്തിൽ ഏറ്റവും അവിസ്മരണീയമായ ഒരു സംഭവം എന്താണെന്നുള്ളതാണ്. അത് ഒന്ന് 86 സിയോൾ ഏഷ്യൻ ഗെയിംസിലുള്ള ബ്രോൺസ് മെഡൽ നേട്ടം തന്നെയാണ്.
അതിന് സഹായകമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ ഇന്ത്യൻ ടീമിൻ്റെ മുഖ്യ പരിശീലകനായിരുന്നയാൾ അന്നത്തെ നാഷണൽ കോച്ചും ഇന്ത്യൻ ടീമിൻ്റെ ചീഫ് കോച്ചുമായിരുന്ന നമ്മളുടെ വെള്ളികുളങ്ങര സ്വദേശിയായിരുന്ന ശ്രീ അച്യുതക്കുറുപ്പ് സാറായിരുന്നു. സാറിൻ്റെ കൂടെയാണ് ഞാൻ സഹപരിശീലകനായിട്ട് ടീമിനൊപ്പം ഉണ്ടായിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും മടപ്പള്ളി ഹൈസ്കൂളിൽ പഠിച്ച ആളുകളാണ്. അച്യുതക്കുറുപ്പ് വെള്ളികുളങ്ങര സ്വദേശിയാണ്, ഞാൻ ചോമ്പാൽ സ്വദേശിയാണ്. അതിനപ്പുറം നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന ആളെന്ന് പറയുന്നത് സിറിൽ സി വള്ളൂർ, മലയാളിയാണ്. ആ ടീമിൽ അംഗങ്ങളായിരുന്നു അന്നത്തെ പ്രഗത്ഭനായ ജിമ്മി ജോർജും ഉദയകുമാറും. ഈ ഒരു ടീം മലയാളീസ് ഉൾപ്പെട്ട ഒരു ടീമാണ് അന്ന് സിയോൾ ഏഷ്യൻ ഗെയിംസിന് പോയത്. ഏഷ്യൻ ഗെയിംസിൽ നമ്മളുടെ പൂൾ മത്സരങ്ങൾ നമ്മളെല്ലാം കളിച്ച് ജയിച്ചതിന് ശേഷം സൂപ്പർ ലീഗ് മത്സരത്തിലേക്ക് ഇന്ത്യ ക്വാളിഫൈ ചെയ്തു. സൂപ്പർ ലീഗ് മത്സരങ്ങൾക്ക് വന്ന് ജപ്പാൻ, ചൈന, കൊറിയ, പിന്നെ ഇന്ത്യ, ഇങ്ങനെ ഈ 4 ടീമുകളായിരുന്നു സൂപ്പർ ലീഗിലെത്തിയിരുന്നത്. അതിൽ നമുക്ക് ആദ്യത്തെ മത്സരം കിട്ടുന്നത് ജപ്പാനും ഇന്ത്യയുമായിട്ടാണ്. സൂപ്പർ ലീഗിലെ 1ാമത്തെ മത്സരം. ആ മത്സരം നേരിട്ടുള്ള 3 സെറ്റുകൾക്ക് നമ്മൾ ജപ്പാൻ ടീമിനെ പരാജയപ്പെടുത്തുകയായിരുന്നു. ആ വിജയത്തിൻ്റെ ഒരു പ്രാധാന്യമെന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ ടീം ഒരു മെഡൽ പൊസിഷനിലേക്ക് വരുന്നതായിരുന്നു. പിന്നീടുള്ള നമ്മുടെ ചൈനയായിട്ടും ജപ്പാനുമായും കൊറിയയായിട്ടുമുള്ള മത്സരങ്ങൾ നമ്മൾ തോറ്റെങ്കിലും അത് വളരെ നിർണായകമായൊരു, അത് ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മെഡൽ പൊസിഷൻ ഇന്ത്യൻ വോളിബോൾ ടീം. അതായത് 1964 ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിന് ശേഷം, അന്ന് ബ്രോൺസ് മെഡൽ സിൽവർ മെഡലിസ്റ്റ് ആയിരുന്നു. അതിനുശേഷം ഇന്ത്യൻ വോളിബോൾ ടീം ഏഷ്യൻ ഗെയിംസിൽ ഒരു മെഡൽ പൊസിഷനിൽ വരുന്നത് 1986 സിയോൾ ഏഷ്യൻ ഗെയിംസിനാണ്. പിന്നീട് ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും ആ പൊസിഷൻ തന്നെയാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസ് വരെയും നമുക്ക് ആ പൊസിഷൻ ബെറ്റർ ചെയ്യാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ട് വോളിബോൾ ജീവിതത്തിൽ ആ ഒരു ഏഷ്യൻ ഗെയിംസിൻ്റെ മെഡൽ നേട്ടത്തിൽ ആ ടീമിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. മടപ്പള്ളി ബാലകൃഷ്ണേട്ടൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും പോപ്പുലറായ ഒരു കളിക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അങ്ങനെ പോപ്പുലറായ കളിക്കാർക്ക് ഇപ്പം ബാലകൃഷ്ണേട്ടനുണ്ട്, കുഞ്ഞിരാമേട്ടൻ പഴയ, അങ്ങനെയുള്ളൊരു കേരളം മുഴുവൻ തൻ്റെ ഒരു സവിശേഷമായ കേളി ശൈലിയിലൂടെ വോളിബോൾ പ്രേമികളുടെ ഹൃദയം കവർന്ന ഒരു കടത്തനാട്ടുകാരനാണ് മടപ്പള്ളി ബാലകൃഷ്ണൻ. ബാലകൃഷ്ണേട്ടനോട് ഇതേ ചോദ്യം, താങ്കളുടെ ജീവിതത്തിലെ വോളിബോൾ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു അനുഭവം. ഹലോ. അല്ല, ഞാൻ വോളിബോൾ കളിക്കാരനായിരുന്നില്ല. ആദ്യം ബാസ്ക്കറ്റ് ബോൾ കളിയാണ് ഞാൻ. അപ്പം സ്കൂളിൽ നിന്ന് സ്റ്റേറ്റ് സെലക്ഷൻ കിട്ടി. അങ്ങ് ഭോപ്പാലെല്ലാം പോയി കളിച്ച് വന്നതിന് ശേഷം കുഞ്ഞപ്പൻ നമ്പ്യാർന്ന എൻ്റെ ഒരു മാഷുണ്ട്. എന്നോട് പറഞ്ഞ് വാടാന്ന് പറഞ്ഞു. ഞാനും ചെന്ന് ബോളിങ്ങിനിട്ട് ഒന്ന് അടിക്കുമെന്ന് പറഞ്ഞു. എനക്കങ്ങ് അടിക്കാൻ അറിയും. ഞാൻ മെല്ലെ ചാടി ഇങ്ങനെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി. 2ാമത്തെ ദിവസം കുറച്ചും കൂടി നല്ലതായി. പിന്നെ ഞാനങ്ങ് വലുതായി. ആ കളി കണ്ടിട്ട് അബ്ദുറഹ്മാൻ, മുകുന്നാട്ടൻ, പിന്നെ വട്ടോളി ചന്ദ്രൻ മാഷ്, ഇവരൊക്കെ, ഇരിങ്ങൽ പപ്പാട്ടൻ്റെ കൂടി ഇവിടെ ആരും കളിച്ചിട്ടുണ്ടാവില്ല, ഞാനേ കളിച്ചിട്ടുള്ളൂ. പിന്നെ അപ്പോൾ എനിക്ക് ട്രാൻസ്പോർട്ടിലേക്ക് കളിക്കാൻ വരുന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം. അങ്ങനെ ട്രാൻസ്പോർട്ടിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. അന്നത്തെ MK ജോസഫ് IPS മൂപ്പർ ആണ് എന്നെ ട്രാൻസ്പോർട്ടിലെടുത്തത്. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നതിന് ശേഷമാണ് വോളിബോളിൻ്റെ നല്ല നിലവാരത്തിലെത്തിയത്. പിന്നെ അങ്ങനെ ഉള്ള ഒരുവിധം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരുവിധം സ്ഥലത്തൊക്കെ കളിച്ച് ജിമ്മി ജോർജിൻ്റെ കളിച്ച്. ജിമ്മി ജോർജിൻ്റെ ഇന്നത്തെ ലോകത്തിലെ 10 അടിക്കാരിൽ ഒരാളാണ് ജിമ്മി ജോർജ്. ജിമ്മി ജോർജിൻ്റെ കൂടി ഞാൻ കളിച്ചിട്ടുണ്ട്. പിന്നെ മാനുവൽ, ശ്രീജിത്തിൻ്റെ കൂടി ഞാൻ കളിച്ചിട്ടില്ല. ഇവരുടെയൊക്കെ കളിച്ച് എനിക്ക് നല്ല പെരുമയും കിട്ടി. പിന്നെ എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞൂടാത്തതുകൊണ്ട് ഞാൻ നിർത്തി മതി.
ഈ സെക്ഷനിൽ പങ്കെടുത്ത കടത്തനാടിൻ്റെ വോളിബോൾ പെരുമ ഇന്ന് നമ്മോട് സംവദിച്ച പി ഹരീന്ദ്രനാഥ്, ഇവിടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ വോളിബോൾ മുൻ താരം വി സേതുമാധവൻ, അതേപോലെ മടപ്പള്ളി ബാലകൃഷ്ണൻ, സ്വാഗതം പറഞ്ഞ വി കെ പ്രേമൻ, സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നു.